Hi all, this is Rika Nair. I welcome you all to my channel, The English Forum. Today, we'll be dealing with the poem for the minicab driver who looked as if he needed feeding. This is a poem written by Imtiaz Dakar, who is a Pakistani by origin and settled in Britain. Again, ഒരു ഡയസ്പോറിക് റൈറ്ററാണ് നമ്മളിന്ന് ഡീൽ ചെയ്യുന്നത്. പക്ഷേ ഈ പോയത്തിനകത്ത് ഡയസ്പോറിക് എക്സ്പീരിയൻസസ് എന്നുള്ളതിലുപരി റേസിസത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമുക്ക് നോക്കാം. പാകിസ്ഥാനി ഒറിജിൻ ആയിട്ടുള്ളൊരു റൈറ്ററാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ. He looks so young, his hands bony at the wheel. I wonder if he has been all night. What he might have had for breakfast and what he eats when his shift ends. അല്ലേ? ആളെ കണ്ട ഭയങ്കര ചെറുപ്പക്കാരനായിട്ട് തോന്നുന്നുണ്ട്. മിനി ക്യാബ് ഡ്രൈവറിനെ പറ്റിയിട്ടാണ് പറയണത് കേട്ടോ. ആളുടെ കൈയൊക്കെ ഭയങ്കര ബോണിയാണ്, അതായത് എല്ലൊക്കെ പുറത്തേക്ക് കാണാം. ഞാൻ ആലോചിക്കുകയാണ്, ആള് ജോലിയുടെ ഭാഗമായിട്ട് രാത്രി മുഴുവൻ പുറത്തായിരുന്നോ? ഞാൻ ആലോചിക്കുകയാണ്. അതുപോലെ എന്തായിരിക്കാം ആൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത്? അതുപോലെ ഈ ജോലിയുടെ ഈ ഷിഫ്റ്റ് കഴിയുമ്പോൾ ആൾ എന്തായിരിക്കാം കഴിക്കുന്നത് ഒക്കെ ആലോചിക്കുകയാണ്. Whether his mother makes him Punjabi samosas or Bengali mustard fish or Kerala rice. The poem is set in England കേട്ടോ. അത് നമുക്ക് വരുന്ന വരികളിൽ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നാച്ചുറലി ഈ സ്പീക്കർ മസ്റ്റ് ബി ദ പോയറ്റസ് ഹെർസെൽഫ്. അപ്പോൾ ഈ സ്പീക്കർ വിചാരിക്കണം ഈ ഈ ഡ്രൈവർ എന്തായിരിക്കാം കഴിക്കുന്നത്, ആളുടെ അമ്മ ആൾക്ക് എന്തായിരിക്കാം ഉണ്ടാക്കി കൊടുക്കുന്നത്? പഞ്ചാബി സമോസ ആയിരിക്കോ, അതോ വെദർ ഹി ഈസ് ഫ്രം ബംഗാൾ, അപ്പോൾ ബംഗാളി മസ്റ്റേർഡ് ഫിഷ് ആയിരിക്കോ കഴിക്കുന്നത്, അതോ ഇനിയിപ്പോൾ ഇയാൾ കേരളത്തിൽ നിന്നുള്ള ആളാണോ, അപ്പോൾ കേരളത്തിലെ റൈസാണോ ഇയാൾ കഴിക്കുന്നത്? എന്തായിരിക്കാം ഇദ്ദേഹത്തിൻ്റെ ഷിഫ്റ്റ് കഴിയുമ്പോൾ ഇദ്ദേഹം കഴിക്കുന്നത് എന്ന് സ്പീക്കർ ആലോചിക്കണം. അതായത് the speaker is trying to identify the racial identity of this driver. മനസ്സിലായോ? ഈ ഡ്രൈവറിൻ്റെ റേഷ്യൽ ഐഡൻറ്റിറ്റി തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുകയാണ് അവിടെ. അതാണ് പഞ്ചാബി സമോസയാണോ, ബംഗാളി മസ്റ്റേർഡ് ഫിഷ് ആണോ, എന്താണ് അദ്ദേഹം കഴിക്കുന്നത് എന്ന് ആലോചിക്കുന്നതിലൂടെ ഷീ ഈസ് ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ദ പേഴ്സൺസ്, ദ ഡ്രൈവേഴ്സ് റേഷ്യൽ ഐഡൻറ്റിറ്റി. ഓക്കെ. അപ്പോൾ അവിടെ ഒരു സോർട്ട് ഓഫ് കോഴ്സ് ദ സ്പീക്കർ ഈസ് എംപത്തറ്റിക് ടുവേർഡ്സ് ദ ഡ്രൈവർ. എംപത്തറ്റിക് ആണ്. അദ്ദേഹത്തിൻ്റെ ആ ബോണി കയ്യുമൊക്കെ കാണുമ്പോൾ ഈ സ്പീക്കർക്ക് ഒരു വിഷമം തോന്നുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അവിടെ എന്താണ് ആ ഒരു ഡ്രൈവറിൻ്റെ റേഷ്യൽ ഐഡൻറ്റിറ്റി അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി അത് ഈ സ്പീക്കർക്ക് ഉണ്ട്. If he speaks the mangoes of the north like me or the sweeter ones from south, അല്ലേ, എന്നെ പോലെ നോർത്ത് നിന്നുള്ള മാംഗോസ് ആണോ ഇദ്ദേഹം ഇഷ്ടപ്പെടുന്നത്, അതോ സൗത്ത് നിന്നുള്ള കുറച്ചും കൂടി സ്വീറ്റ് ആയിട്ടുള്ള ആ ടൈപ്പ് മാംഗോസ് ആണോ ഇഷ്ടപ്പെടുന്നത്? സ്പീക്കർ ആലോചിക്കുകയാണ്. Before I can stop them, the words fall out of my mouth. And where are you from? I mean, your people? അല്ലേ, നോക്കൂ, എനിക്ക് നമ്മൾ പറയില്ലേ ഇങ്ങനെ, ഞാൻ ചോദിക്കണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷെ എൻ്റെ വായനത് വന്നു പോയി എന്ന് പറയില്ലേ, അതുപോലെ പറയാണ്. എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് എൻ്റെ വായനത് വന്നു. എന്താ വന്ന? where are you from? അല്ലേ, നിങ്ങൾ എവിടുന്നാണ്? I mean your people, അല്ല നിങ്ങളുടെ ആളുകൾ. see your people, നിങ്ങൾ എവിടുന്നാന്ന് ചോദിച്ചാൽ കൂടി പോട്ടെ അല്ലേ, പക്ഷെ അവിടെ ഒരു ചോദ്യം കൂടി വന്നു. ആ ചോദ്യം അവസാനിക്കുന്നത് എങ്ങനെയാണ്? എന്ത്? I mean your people, അല്ലെ, നിങ്ങളുടെ ആളുകൾ. ദാറ്റ് മീൻസ് അവിടെ ഒരു അതറിങ് ആണ് അല്ലേ. ഞാൻ വേറെ, നിങ്ങൾ വേറെ എന്നുള്ളൊരു അതറിങ്, OTHERING അല്ലേ, അതറിങ്. ആ ഒരു സാധനം അവിടെ വന്നു. They land somewhere on the back of his neck, sliding to the rear view mirror, rolling to his eyes. ആ ചോദ്യം കേട്ട ആൾക്ക് അവിടെ ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അദ്ദേഹം വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് കേൾക്കുന്ന ചോദ്യങ്ങളായിരിക്കാം അല്ലേ. കാരണം ഒരു നോൺ ബ്രിട്ടീഷ് വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു ബ്രിട്ടനിൽ ജീവിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്ഥിരമായി കേൾക്കേണ്ടി വരുന്ന ഒരു ചോദ്യമായിരിക്കാം ഇത്. പ്രത്യേകിച്ച് ഒരു ഡ്രൈവർ എന്ന് പറയുമ്പോൾ എപ്പോഴും ആളുകളായിട്ട് ഇൻട്രാക്ഷൻ വരുന്ന ഒരു ജോബാണ് അല്ലേ. അപ്പോൾ നാച്ചുറലി ഇദ്ദേഹം എപ്പോഴും വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് തന്നെ കേൾക്കുന്ന ഒരു ക്വസ്റ്റൻ ആയിരിക്കാം. സോ he is not comfortable with this question.
മനസ്സിലായോ? അതാണ് പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ കഴുത്തിൻ്റെ ബാക്കിൽ പോയി റെയർ വേവ് മിററിലൂടെ അത് കണ്ണിലേക്ക് ഇതായി എന്നൊക്കെ പറയുന്നത് ദാറ്റ് ഷോസ് ഹിസ് എംബറസ്മെൻറ്റ്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഡിസ്കംഫേർട്ടാണ് അവിടെ കാണിക്കുന്നത്. ഹി ലുക്സ് ബാക്ക് ഫോർ 1 സെക്കൻഡ്. അദ്ദേഹം ഒന്ന് പിറകിലേക്ക് ഈ സ്പീക്കറിനോടൊന്ന് തിരിഞ്ഞു നോക്കുകയാണ്. And his face is a passport and his back is a flag. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഫേസ് ഒരു പാസ്പോർട്ടാണ്, അതായത് ദാറ്റ് ഷോസ് ഹി ഈസ് നോട്ട് ഫ്രം ബ്രിട്ടൻ. ആൻഡ് ഹിസ് ബാക്ക് ഇസ് എ ഫ്ലാഗ് ആൻഡ് ഹി സേസ് ബാൺസ്ലി. ആൻഡ് ഫൈനലി പറയാണ്, ഞാൻ ബാൺസ്ലിയിൽ നിന്നാണ്. ആൻഡ് ഐ പേ ആൻഡ് ഗെറ്റ് ഔട്ട്. കൂടുതലൊന്നും ചോദിക്കാനും പറയാനും നിൽക്കാതെ ആ സ്പീക്കർ ട്രാവലർ വേഗം പേയ്മെൻറ്റ് നടത്തി ഇറങ്ങിപ്പോവാണ്. ഇതിന് 2 എൻഡിങ് ആണ്. ഈ എൻഡിങ്ങിനെ നമുക്ക് 2 രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഒന്നുകിൽ ഈ പേഴ്സൺ ഈ ചോദ്യം ഡിസ്കംഫേർട്ടായി ബിക്കോസ് ഹി ഈസ് എ മൈഗ്രൻറ്റ്, അതുകൊണ്ട് ഇത്തരത്തിലുള്ള റേസിസ്റ്റ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ഫേസ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇഷ്ടമായില്ല. ആൻഡ് ഹി മസ്റ്റ് ഹാവ് ബീൻ എ പാർട്ട് ഓഫ് ബാൺസ്ലി ഫോർ ക്വൈറ്റ് എ ലോങ് പീരീഡ്. അതുകൊണ്ട് ആള് ബാൺസ്ലി എന്നാണ് എന്ന് പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആ തരത്തിൽ ഐഡന്റിഫൈ ചെയ്യുന്നതായിരിക്കാം അദ്ദേഹത്തിന് ഇഷ്ടം. അതുകൊണ്ടായിരിക്കാം ബാൺസ്ലി എന്ന് പറഞ്ഞത്. അതല്ലെങ്കിൽ അതിന് മറ്റൊരു രീതിയിലും നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. ഈ റേഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അങ്ങനെ എന്താ പറയുക, അത് നമുക്ക് ഫിസിക്കലി അങ്ങനെ നമുക്ക് പറയാനൊന്നും പറ്റില്ല. അതൊരു ജനറ്റിക് ഇതാണ്. ഇപ്പം എൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ എൻ്റെ മുതുമുത്തശ്ശന്മാരുടെയോ ഒക്കെ ഒരു ചായയോ കാര്യങ്ങളോ കിട്ടുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ ആയി, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അത് റേസിസം എന്ന് പറയുന്നത് ഇന്ന റേസിൽപ്പെട്ട ആൾക്ക് ഇന്ന രീതിയിലുള്ള കണ്ണ് വേണം, ഇന്ന രീതിയിലുള്ള ഹെയർ വേണം എന്ന് സയൻറ്റിഫിക്കലി എവിടെയും പ്രൂവ് ചെയ്യാത്തൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു പക്ഷേ ഇദ്ദേഹം ബാൺസ്ലിയിലെ ആൾ തന്നെ ആയിരിക്കാം. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ മുഖച്ഛായ വെച്ച് ഇദ്ദേഹത്തിന് അങ്ങനെ തെറ്റിദ്ധരിച്ചതായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം അങ്ങനെ ഇന്ത്യൻ ആയിരിക്കണം എന്നില്ല. അപ്പോൾ ആ ട്രാവലർക്ക് തെറ്റുപറ്റിയതായിരിക്കാം. മനസ്സിലായോ? അപ്പോൾ ആ രീതിയിലും ആയിരിക്കാം. അപ്പോൾ അപ്പോഴും ആ ചോദ്യം ഈ കേൾക്കുന്ന ആൾക്ക് ഒരു ഡിസ്കംഫേർട്ട് ഉണ്ടാക്കിയതായിരിക്കാം. ഓക്കെ, അപ്പോൾ 2 രീതിയിൽ നമുക്ക് ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യാം. either he is a migrant, so he must be facing these sort of questions very frequently that he felt discomfort with this question. മനസ്സിലായോ? അതല്ലെങ്കിൽ ഇയാളുടെ ഒരു ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്താ പറയുക, ഒരു ഇന്ത്യനോട് സിമിലർ ആയിരിക്കാം. അതുകൊണ്ട് ആൾക്കാർ എപ്പോഴും ഇയാളെ ഇന്ത്യൻ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അതും ഇയാൾക്ക് ഒരു ബ്രിട്ടൻ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നില്ലല്ലോ എന്നുള്ളൊരു ഡിസ്കംഫേർട്ടും ആയിരിക്കാം. ഓക്കെ, അപ്പോൾ 2 രീതിയിൽ ഇതിനെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ പ്ലീസ് വാച്ച് മൈ ചാനൽസ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.